ഹായ് വ്യൂവേഴ്സ്, ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് വ്യൂവേഴ്സ്, അപ്പം നമുക്കിന്ന് കുറേ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതിന് നമുക്ക് അച്ചാറിട്ട് വെക്കാം. അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി അതിൻ്റെ കവർ ഇളക്കുന്നതാണ് ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. കുറച്ചൊക്കെ അമ്മ പൊളിച്ച് പിന്നെ ബാക്കി ഞാൻ എളുപ്പവിദ്യ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഓരോ അല്ലിയാക്കി ഇളക്കി ഒരു കുപ്പിക്കകത്തിട്ട് നമുക്ക് ഇങ്ങനെ അത് കുലുക്കി അതിനകത്ത് നമുക്ക് തോലിളക്കി കളയാൻ പറ്റും. അപ്പം പിന്നെ നമുക്ക് കത്തിയുടെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വെളുത്തുള്ളിയുടെ തൊലി കളയാൻ പറ്റും. അങ്ങനെ കുറച്ച് വെളുത്തുള്ളി അങ്ങനെ വൃത്തിയാക്കി എടുത്തു. പിന്നെ കുറച്ച് അമ്മ പൊളിച്ച് തന്നു. എന്നിട്ടും കുറച്ച് എടുത്തുള്ളൂ. ഇത്രയും വെളുത്തുള്ളി നമ്മൾ പൊളിച്ചെടുത്തുള്ളൂ മൊത്തം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കായപ്പൊടിയാണ്. കായം പൊടിയുണ്ട്, പിന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഇത്ര ഐറ്റംസാണ് നമ്മൾ അച്ചാറിടാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ വിനാഗിരി വേണം, പിന്നെ കുറച്ച് ശർക്കരയും വേണം. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണയൊഴിച്ച് ആദ്യം കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് ഇട്ട് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉലുവായും കൂടെ കുറച്ച് പൊടിച്ചിട്ട് പൊട്ടിക്കാം. ഉലുവയുടെ സീഡ്സ് ആണെങ്കിൽ നമുക്ക് അന്നേരം ഇട്ട് പൊടിച്ചിട്ടിടാം, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ പിന്നെ ലാസ്റ്റിലിട്ടാലും മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സീഡ്സ് ആയതുകൊണ്ട് ഞാനത് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ജസ്റ്റ് നല്ലോണം ഡ്രൈ ആവുന്നവരെ അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷം പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ലോണം ഒന്ന് കിലുകില സൗണ്ട് വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കഴുകി വെള്ളം വാർന്ന് വെച്ചേക്കുന്നതാണ്. അതിനെ നമുക്ക് അതിനകത്തോട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി വെന്ത് പോകരുത്, ജസ്റ്റ് ഒന്ന് വാടി വന്നാലും മതി. അപ്പം നമുക്ക് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോഴും ഉപ്പിടേണ്ട, ഉപ്പ് ലാസ്റ്റിലിട്ടാൽ മതി. ഞാൻ ലാസ്റ്റിലായിട്ടത്. അപ്പം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് വെന്ത് പോകരുത്, വെന്താൽ ടേസ്റ്റ് മാറിപ്പോവും. അങ്ങനെ കുറേ നേരം 4-5 മിനിറ്റോളം നമുക്കൊന്ന് വാട്ടിയെടുക്കാൻ സമയമെടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് വാടി വരും വെളുത്തുള്ളി. പിന്നെ ഉപ്പ് നമുക്കിപ്പോൾ ഇടേണ്ട, ലാസ്റ്റിലിട്ടാൽ മതി. ഈ അച്ചാർ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ റൊട്ടിക്കായാലും ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ ഈ അച്ചാർ കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട്. വെളുത്തുള്ളിയുടെ ആ കുത്തലൊന്നും ഇല്ല ഇതിന്. പിന്നെ നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിക്ക് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് അല്ലാത്ത മുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണം. പൊടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ആദ്യം കടുക് വറുക്കുമ്പം കായം പീസായിട്ടുള്ളതാണെങ്കിൽ അന്നേരം ഇട്ട് വറുത്തിട്ട് പിന്നെ പൊടിച്ച് ചേർക്കേണ്ടി വരും. അങ്ങനെ കായം ചേർത്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരയും കൂടി ഇട്ട് കൊടുത്തു. ശർക്കരയുടെ കൂടെ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കണം. വിനാഗിരി അതിന് എത്ര ലൂസായിട്ടിരിക്കണോ അത്രയും, ഞാൻ ആദ്യം കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ വിനാഗിരി. അപ്പം ഇത് ഇളക്കി കഴിഞ്ഞപ്പോൾ ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുന്ന പൊടിയെല്ലാം കൂടെ സ്പൂണിലൊക്കെ പറ്റിയിരിക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നോക്കിയപ്പം ഒരു ഭംഗിയില്ല, രസമില്ല കാണാൻ. ഒത്തിരി അങ്ങ് ഡ്രൈ ആയിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വെള്ളവും വിനാഗിരിയും കൂടെ മിക്സ് ചെയ്ത് വീണ്ടും ആഡ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയെടുത്ത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം 1-2 ദിവസമൊക്കെ വെളിയിൽ വെച്ചിരിക്കുന്നു കുപ്പിയിലിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ, നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെളുത്തുള്ളി കിട്ടുന്നെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമുണ്ട് കഴിക്കാൻ. ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് ഏത് ഫുഡിൻ്റെ കൂടെ ആയാലും നമുക്കിത് കഴിക്കാൻ പറ്റും. വീണ്ടും കുറച്ച് വെള്ളവും വിനാഗിരിയും കൂടെ ഒക്കെ ആഡ് ചെയ്ത് ചേർത്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് ഇച്ചിരി ലൂസായിട്ട് വന്നു. അപ്പം പിന്നെ കാണാനൊക്കെ ഒരു രസമുണ്ട്. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം വെളുത്തുള്ളി അച്ചാർ. വെളുത്തുള്ളി വൃത്തിയാക്കി എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമുക്ക് അച്ചാറിടാൻ വളരെ സിമ്പിളാണ്, ഈസിയുമാണ്, നല്ല ടേസ്റ്റി അച്ചാറുമാണ്. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്ത് വാങ്ങി
അത് ചൂടാറാൻ വെച്ചു. ചൂടാറിയതിന് ശേഷം നമുക്കതിനെ നല്ല വൃത്തിയുള്ള ഭരണിയിൽ സൂക്ഷിച്ച് വെക്കാം. ഭരണിയിൽ നമ്മൾ 2 ദിവസം പുറത്ത് വെച്ചിരിക്കും. അതിന് ശേഷമാണത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. മാക്സിമം ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ അച്ചാർ തീരുകയും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും എല്ലാം എടുക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.